സംഖ്യാപുസ്തകം അധ്യായം 8. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം മോശയോട് അരുളി ചെയ്തു, ദീപം കൊളുത്തുമ്പോൾ ദീപം 7 നിലവിളക്കിൻ്റെ മുൻഭാഗത്ത് വെളിച്ചം കൊടുക്കണം എന്ന് അഹ്റോനോട് പറയുക. അഹ്റോൻ അങ്ങനെ ചെയ്തു. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ നിലവിളക്കിൻ്റെ ദീപം മുൻവശത്തേക്ക് തിരിച്ചു കൊളുത്തി. നിലവിളക്കിൻ്റെ പണിയോ അത് സ്വർണം കൊണ്ട് അടിച്ചുണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ ചുവട് മുതൽ പുഷ്പം വരെ അടിച്ചു പണിയായിരുന്നു. ദൈവം മോശയെ കാണിച്ച മാതൃക പോലെ തന്നെ അവൻ നിലവിളക്കുണ്ടാക്കി. ദൈവം വീണ്ടും മോശയോട് അരുളി ചെയ്തു, ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് മാറ്റിയെടുത്തു ശുചീകരിക്കുക. അവരുടെ ശുചീകരണം ഇങ്ങനെയായിരിക്കണം: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കണം. അവർ സർവാംഗം ക്ഷൗരം ചെയ്ത് വസ്ത്രം മടക്കി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. പിന്നീട് അവർ ഒരു കാളക്കിടാവിനെയും അതിൻ്റെ ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവും എടുക്കണം. പാപയാഗത്തിനായി നീ വേറെ ഒരു കാളക്കിടാവിനെയും എടുക്കണം. ലേവ്യരെ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ വരുത്തി ഇസ്രായേൽ മക്കളുടെ സഭയെ മുഴുവനും ഒരുമിച്ച് കൂട്ടണം. പിന്നെ ലേവ്യരെ ദൈവസന്നിധിയിൽ നിർത്തണം. ഇസ്രായേൽ മക്കൾ ലേവ്യരുടെ മേൽ കൈവയ്ക്കണം. ദൈവവേല ചെയ്യേണ്ടതിന് അഹ്റോൻ ലേവ്യരെ ദൈവസന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ നീരാജനയാഗമായി അർപ്പിക്കണം. ലേവ്യർ കാളക്കിടാക്കളുടെ തലയിൽ കൈവയ്ക്കണം. പിന്നെ ലേവ്യർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നീ ദൈവത്തിന് ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കണം. നീ ലേവ്യരെ അഹ്റോന്റെയും പുത്രന്മാരുടെയും മുമ്പാകെ നിർത്തി ദൈവത്തിന് നീരാജനയാഗമായി അർപ്പിക്കണം. ഇങ്ങനെ ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് വേർതിരിക്കുകയും ലേവ്യർ എനിക്കുള്ളവരായിരിക്കുകയും വേണം. അതിൻ്റെ ശേഷം സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള ജോലി ചെയ്യേണ്ടതിന് ലേവ്യർക്കടുത്ത് ചെല്ലാം. നീ അവരെ ശുദ്ധീകരിച്ച് നീരാജനയാഗമായി അർപ്പിക്കണം. അവർ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എനിക്ക് യഥാർത്ഥ ദാനമായുള്ളവർ. എല്ലാ ഇസ്രായേൽ മക്കളിലുമുള്ള ആദ്യജാതർക്ക് പകരം ഞാൻ അവരെ എനിക്കായി എടുത്തിരിക്കുന്നു. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ഇസ്രായേൽ മക്കൾക്കുള്ള കടിഞ്ഞൂലെല്ലാം എനിക്കുള്ളത്. ഞാൻ മിസ്രയീം ദേശത്തെ കടിഞ്ഞൂലുകളെയെല്ലാം സംഹരിച്ച നാളിൽ അവയെ എനിക്കായി ശുദ്ധീകരിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ ഉള്ള എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ഞാൻ ലേവ്യരെ എടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ വിശുദ്ധ മന്ദിരത്തിനടുത്ത് വരുമ്പോൾ അവരുടെ ഇടയിൽ ക്രോധമുണ്ടാകാതിരിപ്പാൻ സമാഗമന കൂടാരത്തിൽ ഇസ്രായേൽ മക്കളുടെ ശുശ്രൂഷ ചെയ്യുവാനും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാനും ലേവ്യരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും ദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ മോശയും അഹ്റോനും ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ലേവ്യരെ കുറിച്ച് ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ലേവ്യർക്ക് ചെയ്തു. അങ്ങനെ തന്നെ ഇസ്രായേൽ മക്കൾ അവർക്ക് ചെയ്തു.
ലേവ്യർ ശുദ്ധീകരിക്കപ്പെട്ടു. വസ്ത്രം അലക്കി അഹ്റോൻ അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി അർപ്പിച്ചു. അവരെ ശുദ്ധീകരിക്കുവാൻ അഹ്റോൻ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. പിന്നെ ലേവ്യർ അഹ്റോന്റെയും പുത്രന്മാരുടെയും മുമ്പാകെ സമാഗമന കൂടാരത്തിൽ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിപ്പാൻ ചെന്നു. ദൈവം ലേവ്യരെ കുറിച്ച് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അവർക്ക് ചെയ്തു. ദൈവം വീണ്ടും മോശയോട് അരുളിച്ചെയ്തു, 25 വയസ്സ് മുതൽ അവർ സമാഗമന കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സേവനത്തിൽ പ്രവേശിക്കണം. 50 വയസ്സ് മുതലോ അവർ ചെയ്യുന്ന സേവനത്തിൽ നിന്ന് ഒഴിയണം. സമാഗമന കൂടാരത്തിലെ കാര്യം നോക്കുന്നതിൽ അവർ തങ്ങളുടെ സഹോദരന്മാരെ സഹായിച്ചു കൊണ്ടിരിക്കണം. ജോലിയൊന്നും ചെയ്യേണ്ട. ലേവ്യരുടെ കാര്യം സംബന്ധിച്ച് നീ ഇങ്ങനെ അവർക്ക് ചെയ്യണം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.